ചേട്ടാ, ശരിക്കും പറഞ്ഞാല് മണികണ്ഠൻ എന്ന് പറയുന്നതിന് ഉപരി കുര്യാക്കോസ് ഇച്ച എന്ന് പറയുമ്പോഴായിരിക്കും പ്രേക്ഷകർക്ക് കൂടുതൽ അടുത്തറിയുന്നതും. നമസ്കാരം മണികണ്ഠൻ. നമസ്കാരം. മണികണ്ഠൻ വളരെ ജനകീയമായി എല്ലാ ദിവസവും സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നൊരു പരമ്പരയിൽ കോടാലിപ്പറമ്പിൽ കുര്യാക്കോസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന സമയത്ത് മണികണ്ഠനെ എല്ലാവരും അറിയും. അപ്പൊ ഞാനും മണികണ്ഠനും കൂടെ സിംഗപ്പൂരൊക്കെ ഒരു ഷോയ്ക്ക് പോയിട്ടുണ്ട്. ആ സമയത്ത് ഈ വളരെ ജനകീയമാണല്ലോ ആ പരമ്പര. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ഇവൻ ഇതുപോലെ ഇൻട്രൊക്കെ ചെയ്തു വരും. ഒരാളും അറിയില്ല. ഇത് കഴിഞ്ഞ് സ്റ്റേജിന്റെ ബാക്കിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇതൊക്കെ അഴിച്ച് വെച്ച് വേഷം മാറി വരുമ്പോഴാണ് മണികണ്ഠൻ, അതായത് മണികണ്ഠൻ എന്ന കലാകാരന് കിട്ടേണ്ട ആരാധകരെ മുഴുവൻ ഒരു കഥാപാത്രത്തിന് കിട്ടിപ്പോയ ഒരാളാണ് ഈ നിൽക്കുന്ന മണികണ്ഠൻ എന്ന് പറയുന്നത്. എന്നെ ഒരു മനുഷ്യനും തിരിച്ചറിഞ്ഞോളൂ. ഞാൻ സാറിന് അവിടെ പറയാൻ വേണ്ടി നേരത്തെ കണ്ടപ്പോൾ ഇങ്ങനെ പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ള കാര്യം ഭയങ്കര പ്രശ്നമാണ്. ഇത് പറഞ്ഞാൽ സാറേ ഇത് ആർക്കും മനസ്സിലായി. ചിലർ സംശയത്തോടൊക്കെ നോക്കുവേ. അപ്പൊ അത് തന്നെ ഭയങ്കര പ്രശ്നം. അതുപോലെ ആരെങ്കിലും വിളിച്ചാലും പറയാൻ പറ്റൂല. സാറേ ഞാൻ മറ്റേ ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒരു ടൈം എടുക്കും നേരിട്ട്. എന്നാലും എത്രയോ ദിവസം സൂപ്പർ ഹിറ്റ് ആയിട്ട് ഒരു പരമ്പരയിലെ മെയിൻ കഥാപാത്രമായിട്ട് ചെയ്യുകയും. ഇപ്പൊ ഞാൻ അന്ന് വിചാരിച്ചു, അന്ന് ഈ സീരിയൽ തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ ഡയറക്ടർ ശശികുമാർ സാറ്, അപ്പൊ അത് എനിക്ക് ഇങ്ങനൊരു അവസരം എന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് താല്പര്യമില്ല ഈ വയസ്സായിട്ടുള്ള ഞാൻ ഇങ്ങനെ സുന്ദരനായിട്ട് അഭിനയിക്കാൻ നടക്കുന്ന കാലമാണ്. അപ്പൊ എനിക്ക് താല്പര്യമില്ല. അപ്പം സാറോടാ ഇത് നീ ചെയ്, ഇങ്ങനെ ഒരിത് കഴിഞ്ഞ് നമുക്ക് അടുത്ത സീരിയലിൽ നിനക്ക് ഞാൻ ഒരു പയ്യന്റെ വേഷം തരണം, നീ അതോടെ ഇതാവുമെന്ന് പറഞ്ഞു. ഇന്ന് വരെ എനിക്കത് കിട്ടിയിട്ടുമില്ല. ഞാൻ പയ്യൻ കഴിഞ്ഞതായി ഇപ്പൊ വയസ്സായി കൊണ്ടിരുന്നു. അവിടെ ഇവിടെയൊക്കെ നരയും വന്നു തുടങ്ങി. എന്തെങ്കിലും കിട്ടും. അതാണ് ഒന്ന് കഴിഞ്ഞ് രണ്ട് കിട്ടാതിരിക്കും. അതായത് എന്റെ തൊട്ടയലൊക്കത്തെ വീട്ടിലൊരു പയ്യന് പണ്ട് മുഖക്കുരു, അപ്പൊ കുറച്ച് മുഖക്കുരു ഉണ്ട്, ന്യായമായിട്ട് കാണാവുന്ന അത്രയുണ്ട്. അന്ന് കാലത്ത് ഇവനെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചപ്പം പുള്ളി ഒരു ഓയിൻമെന്റ് കൊടുത്തു. എന്റെ പേര് പെർണോക്സ് ജെല്ലോ അങ്ങനെ എന്തോ ആയിരുന്നു എന്റെ പേര്. എനിക്ക് ആ കഥ ഈ സംഭവം എനിക്ക് ഓർമ്മയുള്ളതുകൊണ്ടാണ് ഞാൻ ഓർക്കുന്നത്. അപ്പൊ അയാള് പറഞ്ഞു ഇത് ആദ്യം തേക്കുമ്പം ഈ അകത്തുള്ള ചൂടൊക്കെ ആയിട്ട് ഇത് കൂടും, രണ്ടാമത്തെ ട്യൂബ് തേക്കുമ്പം മൊത്തം അങ്ങ് പോകുമെന്ന് പറഞ്ഞു. ഇവൻ ഒരു ട്യൂബ് തേച്ചിട്ട് നിർത്തി. അതോടുകൂടി ഉള്ളത് കൂടി എന്നുള്ളതല്ലാതെ ഒരു തരി കുറഞ്ഞില്ല. അതുപോലെയാണ് അടുത്ത പരമ്പരയിൽ ശരിയാക്കാന്ന് പറഞ്ഞു. പിന്നെ ആ ഓയിൻമെന്റ് ഒരു മെഡിക്കൽ ഷോപ്പിലും കിട്ടിയിട്ടുമില്ല. തേക്കുകയും ചെയ്തു, കൂടുകയും ചെയ്തു. ഓയിൽമെന്റ് കമ്പനി നിർത്തുകയും ചെയ്തു, നിർത്തി പൂട്ടിയും പോയി. ഞാൻ പറഞ്ഞ കാല് പിടിക്കും, എനിക്ക് അടുത്ത ഞാൻ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ ഇത് വരുമ്പോഴെന്ന് പറയാ ഈ ചെന്ന് കഴിയുമ്പോൾ പറയും അയ്യോ പുള്ളി മറ്റേ സംഭവം ചെയ്താലേ ഏക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ആ പഴയ സംഭവം തന്നെ. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞ ഒരു സിനിമ ഞാൻ പോണ്ട്, അതും ഇതേ സംഭവം തന്നെ. ഒരു നോർത്ത് ഇന്ത്യൻ എന്ന് പറഞ്ഞ ഒരു വയസ്സായിട്ടുള്ള ഒരാള്, സ്ഥിരം യൗവന വൃദ്ധൻ, അതായിരുന്നു മണികണ്ഠൻ. മണികണ്ഠൻ പറ, മണികണ്ഠന്റെ വിശേഷങ്ങൾ സുഖമായിട്ട് പോകണം. ഇപ്പൊ ഒരു 2 സിനിമ ചെയ്തിട്ടുണ്ട്. പള്ളിമണി എന്ന് പറഞ്ഞിട്ട് ശ്വേതാമേനോൻ മെയിൻ ക്യാരക്ടർ എന്നൊരു സംഭവം, അതിനകത്തൊരു സംഭവം ചെയ്തു. പിന്നെ പഴയ നിയമം എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ സനി രാംദാസ് അദ്ദേഹം സംവിധാനം ചെയ്തൊരു പടം ചെയ്തു. അതിനകത്ത് എനിക്കൊരു വയസ്സായിട്ടുള്ള ആണെങ്കിലും ഒരു നല്ല ക്യാരക്ടർ, അതായത് ഒരു DYSPയുടെ ഡ്രൈവറായിട്ട് ഒരു കോൺസ്റ്റബിള്, പിന്നെ ഇങ്ങനെ പുള്ളിയെ പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ്, കാരണം അങ്ങനെ കിട്ടൂല, എല്ലാം ജുബയും മുണ്ടൊക്കെ. അപ്പൊ ഒരു മാറ്റം കിട്ടി, വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് നമ്മള് ഒരിക്കൽ ഞാനൊരു ഡയറക്ടർ സിദ്ദിഖ് സാറിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ സിദ്ദിഖ് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ മിമിക്രി ആർട്ടിസ്റ്റുകളിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലോ ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ വേറെ ജോലി കൂടെ ചെയ്യുന്നവരാണ്. പലതരത്തിൽപ്പെട്ട ജോലികൾ ഇവർ ഉപജീവനാർത്ഥം മിമിക്രി മാത്രമല്ല ചെയ്യുന്നത്, പല ജോലികളും കൂടെ ചെയ്തിട്ടാണ് സാധാരണ സ്റ്റേജ് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നത്. ഈ കോടാലിപ്പറമ്പിൽ കുര്യാക്കോസ് എന്ന് പറയുന്ന കഥാപാത്രം ഒരു വലിയ കോഴിയാണ്. കൊളോക്കിയൽ ലാംഗ്വേജിൽ മലയാള ഭാഷയിൽ അയാൾ ഒരു കോഴി കഥാപാത്രമാണ്. അത് കഴിഞ്ഞ് ഈ സീരിയല് നിർത്തി അതിനുശേഷം കുറച്ചു കാലം അങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിന്നപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയും ആ ബിസിനസ് വലിയ രീതിയിൽ ഗംഭീരമായി വിജയിക്കുകയും അതിൽ നിന്ന് ഒരുപാട് കാശുണ്ടാക്കുകയൊക്കെ ചെയ്തു ഈ മണികണ്ഠൻ. അത് കോഴിയുടെ ബിസിനസ് ആയിരുന്നു എന്നുള്ളതാണ്. അത് ഞാനൊരു ജോത്സ്യമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞ് എന്റെ കബഡിയൊക്കെ നിർത്തി വെച്ചിട്ട് പറഞ്ഞ് മൊത്തത്തിൽ ഭാവി ചിലപ്പോൾ ഒരു വലിയ കോഴിയാണെന്നുള്ള പേര് വരാൻ സാധ്യത ഉണ്ടാവും ഈ മേഖല നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്നെ പറഞ്ഞ് നിനക്ക് പറ്റിയൊരു പരിപാടി തന്നെ ഒരു കോഴി ഫാം തുടങ്ങുകയാണെങ്കിൽ ആ പേര് അതിനങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. കോഴിമണി എന്ന കാരണം വിളിച്ചാലും പേര് പോകുന്നു പറഞ്ഞ രക്ഷപ്പെട്ട അത് ഫാം ഗംഭീരമായിട്ട് പോകുന്നില്ലേ? വിനയം കൊണ്ട് കുഴപ്പമില്ലാന്ന് പറയും. എന്റെ പരിചയത്തിലൊക്കെ ഈ ബിസിനസ് നടത്തുന്നവരുണ്ട്. ലോകത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഫുഡ് കോഴിയാണ്, അറിയാലോ.
വിനയ കൊനിയൻ അത് വെച്ചിട്ടാണ് നിൽക്കുന്നത്. അത് ഗംഭീരമായിട്ട് തോന്നുന്നു. മലയാളിയുടെ ഇപ്പോഴത്തെ ഒരു ദൈനംദിന ഫുഡായിട്ട് മാറി. ഈ ലോക്ക്ഡൌൺ സമയത്ത് ഈ മീൻ കിട്ടാനില്ലായിരുന്നു. അപ്പം ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഈ കോഴി ലോക്ക്ഡൌൺ സമയത്ത് മറ്റുള്ള മിമിക്രിക്കാരൊക്കെ വീട്ടിൽ ഇരുന്ന് കഷ്ടപ്പെടുമ്പോൾ നീ നല്ല കോഴിക്കച്ചവടം നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്കറിയാൻ സാധിച്ചത്. മണികണ്ഠൻ സ്റ്റേജിൽ മണികണ്ഠൻ എന്തൊക്കെയാണ് ചെയ്തോണ്ടിരുന്നത്? സ്റ്റേജില് ഈ സീരിയൽ പറഞ്ഞ മുമ്പ് സ്റ്റാറുകളായിരുന്നു ഞാൻ കൂടുതൽ ചെയ്തിരുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട 2-3 സ്റ്റാറുകൾ ചെയ്തിരുന്നത്? അന്ന് സ്റ്റേജിൽ കൂടുതൽ ചെയ്തിരുന്നത് ബൈജു ചേട്ടൻ, നമ്മുടെ തിരുവനന്തപുരത്തുള്ള ബൈജു ചേട്ടൻ ചെയ്തിരുന്നത്. പിന്നെ നസീർ സാർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹരിശ്രീ അശോകൻ ചേട്ടൻ, പിന്നെ ജയറാം ചേട്ടൻ. അങ്ങനെ ഒരു സമയത്ത് ഞാൻ ഭയങ്കര സ്റ്റാറിനായിരുന്നു പഠിച്ചിരുന്ന സമയത്തൊക്കെ. ഈ മിമിക്രിയോടുള്ള ഭയങ്കരമായിട്ട് സിനിമയെക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു മിമിക്രി. അത് എല്ലാ സ്ഥലങ്ങളിലും പോയി കാണും. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ മാക്സിമം അത് ഇതായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ട്രൂപ്പിൽ വരുമ്പോഴും തിരുവനന്തപുരത്ത് ജഗദീഷ് പ്രസാദിൻ്റെ ട്രൂപ്പിലാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ആ വരുമ്പോഴും ഞാൻ അവിടെ വരുമ്പോൾ എന്നെ ആദ്യം അവർ ഞാൻ സൈസ് ഒരുപാട് ചെറിയ ഒരു ആളായിട്ട്, അപ്പം ഇവരൊക്കെ നോക്കുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ ഉള്ളതുകൊണ്ട് എന്നെ അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ മാക്സിമം നോക്കി. എന്നിട്ട് ആ പറയടേ എന്തെങ്കിലുമൊക്കെ പറയുന്നത്. അങ്ങനെ ഞാൻ ദൈവങ്ങളെ വിളിച്ചുകൊണ്ട് ഒരു 2-3 ചെയ്തപ്പം ഓക്കെ ആയി. ഒരു 2-3 ചെയ്യാം. അല്ല വീട്ടിൽ കയറിയോ? അമ്മാവൻ്റെ വീട്ട് ഒരു മരുമകനല്ല, ഒരു വേലക്കാരാണ് നമ്മളന്ന്. ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. സിംഗപ്പൂർ, അമേരിക്ക, ഫ്രാൻസ്, പാളയം, സാച്ചു, കണ്ണമൂല, കിഴക്കോട്ട, അങ്ങനത്തെ രാജ്യമാണ്. ഓടിലൂടെ കൂട്ടുക കണ്ടപോലെ എനിക്ക് ഇഷ്ടമായി. കറക്റ്റാണ്. ഇനി അശോകൻ ചേട്ടൻ ആരോട് പറയണത് അങ്ങനെ പറ ഉണ്ണേ എടാ ഉണ്ണി. ഇങ്ങനെ ഞാൻ മണികണ്ഠന്റെ മിമിക്രി ആദ്യമായിട്ട് കേൾക്കോട്ടെ. മണികണ്ഠ, ഞാൻ നമ്മൾ തമ്മിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കിത് കേൾക്കാനൊരു അവസരം കിട്ടിയിട്ടില്ല ഇതുവരെ. ഗംഭീരമായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരെണ്ണം കൂടെ ചെയ്യാനുണ്ടോ? നസീർ സാറിനെ ചെയ്യാൻ. നസീർ സാറിന്റെ പങ്കാളി ഉണ്ടായിരുന്നു, ഒരുപാട് നാളായി ചെയ്തിട്ട്. ശരിയാവുമെന്ന് എനിക്ക് അറിഞ്ഞോ സാർ? അനിയൻകുട്ടനെ ഞാൻ കാണുന്നത് എൻ്റെ ചെറുപ്പകാലമാണ്. അനിയൻകുട്ടൻ്റെ വീട്ടിൽ ഞാൻ വരുന്നതും മറ്റുമെല്ലാം നാട്ടുകാർക്ക് ഒരുപാട് വിഷമമുണ്ടാക്കി എന്നെനിക്ക് മനസ്സിലായി. അനിയൻകുട്ടന് ഞാൻ പറയുന്ന കാര്യം എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയാം. ഈ അടുത്ത കാലത്ത് എനിക്ക് വന്ന ഒരു നെഞ്ചുവേദന കാര്യം ഏറ്റെടുക്കുന്നില്ല എങ്കിൽ അനിയൻകുട്ടൻ്റെ ചേച്ചിയെ, അനിയൻകുട്ടന് സമ്മതമാണെങ്കിൽ, അനിയൻകുട്ടൻ്റെ ചേച്ചിക്ക് സമ്മതമാണെങ്കിൽ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്.